Good morning, students. We have already discussed the concept of game theory. And game actually it's a game between the two or more persons. So these game theories mainly for find out the one winner and also to apply the different strategies for apply the game theory. So such concepts we have already discussed the game theory, then then different assumptions of game theory, next value of game theory, and also then different criteria for discuss about the criteria for determine the value of game, etc. Then next concept. So the element of game, it must be minimum 2 players and also 2 different strategies are used to overcome or to win over the game. It's mainly 2 types of strategies are used. First one, pure strategy. Second, mixed strategy. Pure strategy is determined plan of action based which games are played. That means it's a predetermined actions are based. So such a strategy is known as pure strategy, and this pure strategy does not change during the time. ടൈമിൽ അതൊന്നും ഒരിക്കലും എന്തില്ല ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ആണ് മിക്സഡ് സ്ട്രാറ്റജി. മിക്സഡ് സ്ട്രാറ്റജീസ് മോർ ദാൻ വൺ സ്ട്രാറ്റജീസ് ആർ അപ്ലൈഡ് ഇൻ ദ ഗെയിം. Then these strategies are get changed while the game is in the progress. ഗെയിമിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ച് സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടേയിരിക്കുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഒരു ടേം പറയുന്നത് ഒപ്റ്റിമം സ്ട്രാറ്റജി. മാക്സിമം ഒപ്റ്റിമം സ്ട്രാറ്റജി എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഏതാണോ അതിനെയാണ് ഒപ്റ്റിമം സ്ട്രാറ്റജി എന്ന് പറയും. മറ്റൊരു ടേം നമ്മൾ പഠിച്ചത് ഫെയർ ഗെയിം ആണ്. ഫെയർ ഗെയിം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഔട്ട്കം ഈ 0 ആയിരിക്കണം. പിന്നെ പേ ഓഫ് എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചിട്ടുണ്ട്. ഔട്ട്കം ഓഫ് ദി ഗെയിമിനെ വിളിക്കുന്നതാണ് പേ ഓഫ്. പേ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ടേബിൾസിലൂടെ നമ്മൾ വാല്യൂ ഓഫ് ഗെയിം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ടേംസ് നമ്മൾ പഠിച്ച സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിനി മാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമിൻ. മാക്സിമിനും മിനി മാക്സും ഈക്വൽ ആവുന്ന അല്ലെങ്കിൽ റോയുടെ മാക്സിമവും കോളത്തിൻ്റെ മിനിമവും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാഡിൽ പോയിന്റ് ഓരോ ഗെയിമിനും സാഡിൽ പോയിന്റ് ഉണ്ടാവും, ആ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ കൺസെപ്റ്റാണ് പ്യുവർ സ്ട്രാറ്റജി. അതിനകത്ത് ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് പ്യുവർ സ്ട്രാറ്റജി. സോ പ്യുവർ സ്ട്രാറ്റജി ലൈക്ക് എ സാഡിൽ പോയിന്റ് ഗെയിം. പ്യുവർ സ്ട്രാറ്റജീനെ മറ്റൊരു പേര് വിളിക്കും സാഡിൽ പോയിന്റ്. ദാറ്റ് ഈസ് ദീസ് സ്ട്രാറ്റജീസ് ആർ സാഡിൽ പോയിന്റ് ഈസ് എസെൻഷ്യൽ. അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സാഡിൽ പോയിന്റ് അവിടെ ഉണ്ടാവും. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിനി മാക്സും മാക്സിമിനും ഈക്വൽ ആവുന്നതിനെയാണ് നമ്മൾ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫ്രം എ has 2 strategies, A1 and A2. Firm B has 3 strategy, B1, B2 and B3. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിനൊരു സൊല്യൂഷൻ ഫേം എ പേ ഓഫ് മെട്രിക്സ് എന്ന് എഴുതണം. ഫേം ബി A1, A2, B1, B2, B3. ഇതിൻ്റെ അകത്ത് വാല്യൂ തന്നിട്ടില്ല, നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണ്. B1 കോളം വൈസ് എഴുതാണ് 2, 16, B2 18, 10, B3 4, 8. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. റോ മിനിമം, ഓരോ റോയുടെ മിനിമം A1 എന്ന് പറയുന്ന റോയുടെ മിനിമം. A1 എന്തൊക്കെയുണ്ട്? 2, 18, 4. അതിൻ്റെ മിനിമം വാല്യൂ ഏതാ? 2. ഇനി A2 എന്ന് പറയുന്ന റോയുടെ മിനിമം 16, 10, 8. അപ്പോൾ ആ റോയുടെ മിനിമം വാല്യൂ ഏതാ? 8. അപ്പോൾ റോ നമുക്ക് കിട്ടി രണ്ടും, A1 2, A2 8. ഇനി കോളം മാക്സിമം, കോളം വൈസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം കോളത്തിൻ്റെ മാക്സിമം വാല്യൂ. B1 എന്ന് പറയുന്ന കോളത്തിൽ ഏതൊക്കെ വാല്യൂ ഉണ്ട്? 2, 16. മാക്സിമം ഏതാ? 16. B2 എന്ന് പറയുന്ന കോളത്തിൽ 18, 10. മാക്സിമം 18. B3 എന്ന് പറയുന്ന കോളത്തിൽ 4, 8. മാക്സിമം 8. ഇപ്പോൾ കോളം മാക്സിമം കിട്ടി. B1 16, B2 18, B3 8. ഇനി നമുക്ക് സാഡിൽ പോയിന്റ് കാണണം. സാഡിൽ പോയിന്റ് എന്തായിരുന്നു? മിനി മാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമിൻ. മിനി മാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമിൻ. സോ മാക്സിമിൻ എന്ന് പറഞ്ഞാൽ മാക്സിമിൻ എന്ന് പറയുന്നത് എപ്പോഴും മാക്സി എപ്പോഴും റോ ആയിരിക്കും, അത് ഓർമ്മിക്കുക. മാക്സി റോ ആയിരിക്കും. അപ്പോൾ ആ മാക്സി റോ ആണെങ്കിൽ റോ ആയിരിക്കും എന്ന് വിചാരിക്കുക. മാക്സി എപ്പോഴും റോ ആയിട്ടായിരിക്കും എന്ന് ഓർമ്മിക്കുക. സോ മാക്സി റോ എന്ന് പറഞ്ഞാൽ
റോ മിനിമം മാക്സിമം എന്നർത്ഥം. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഐറ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാക്സിമം എന്ന് പറഞ്ഞ ടേമിൽ ആദ്യം മാക്സിമം അല്ലേ, അപ്പം മാക്സിമം ഓഫ് റോ, റോയുടെ മാക്സിമം, മിനിമം റോയുടെ മാക്സിമം. എങ്ങനെയാ ഇത് പറയാന്ന് വെച്ചാൽ മിനിമം റോയുടെ മാക്സിമം, അതിനാണ് മാക്സിമം എന്ന് പറയുന്നത്. മിനിമം റോ മാക്സിമം ഈസ് നോൺ ആസ് മാക്സിമിൻ. അപ്പൊ മിനിമം റോയുടെ മാക്സിമം എത്രയാ? 2 ആണോ 8 ആണോ മാക്സിമം? 8. ഇനി മിനി മാക്സ് എന്ന് പറയുന്നത് എപ്പോഴും കോളാണ്. മിനി കോളത്തിന്റെ ആളാന്ന് വിചാരിച്ചാൽ മതി. മിനി കോളം എന്ന് ഓർമ്മിച്ചാൽ മതി. മിനി മാക്സ് കോളമാണ്. മാക്സിമം കോളത്തിന്റെ മിനിമം. മിനി മാക്സ് എന്ന് പറയുന്നത് മാക്സിമം കോളത്തിന്റെ മിനിമം ആണ്. ക്ലിയർ ആയോ? മാക്സിമം കോളത്തിന്റെ മിനിമം ആണ് മിനി മാക്സ്. അപ്പൊ മിനി മാക്സ് മാക്സിമം കോളം ഏതൊക്കെയുണ്ട്? 16, 18, 8. മിനിമം എത്രയാ? 8. സോ കണ്ടോ, സാഡിൽ പോയിന്റ് ആയല്ലോ. മിനി മാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമിൻ. രണ്ടിന്റെ വാല്യൂ എന്താ? 8 ആണ്. സോ വി ഗെറ്റ് സാഡിൽ പോയിന്റ്. നമുക്ക് എന്ത് കിട്ടി? സാഡിൽ പോയിന്റ് കിട്ടി. സാഡിൽ പോയിന്റ് കിട്ടുന്ന സ്ട്രാറ്റജിയെ നമ്മൾ പ്യുവർ സ്ട്രാറ്റജി എന്ന് വിളിക്കും. ദ വാല്യൂ ഓഫ് ഗെയിം ഈസ് 8. ഒന്നും കൂടി നോക്കിക്കോളൂ. ഫേം എ ഹാസ് 2 strategy A1 and A2. B has 3 strategy B1, B2 and B3. Firm B payoff matrix വരക്ക. A1, A2, B1, B2, B3. B1 column wise വായിക്കാണ്. 2, 16, B2, 18, 10, B3, 4, 8. ആദ്യം നമ്മൾ ഈ ഒരു കോളത്തിന്റെ മിനിമം റോയുടെ മിനിമം എടുക്കാം. റോ എന്ന് പറഞ്ഞാൽ A1ന്റെ മിനിമം 2, 18, 4ന്റെ മിനിമം. റോ മിനിമം എന്ന് എഴുതാം 2 ആണ്. ദെൻ A2യുടെ മിനിമം 16, 10, 8 ഉണ്ട്. മിനിമം എത്രയാ? 8. അത് കഴിഞ്ഞ് അടുത്ത താഴെ എഴുതാ കോളം മാക്സിമം. B1, B2, B3 എന്ന് പറയുന്ന ഓരോ കോളത്തിന്റെയും മാക്സിമം. B1ൽ 2, 16 ഉണ്ട്, മാക്സിമം 16. B2ൽ 18, 10 ഉണ്ട്, മാക്സിമം 18. B3ൽ മാക്സിമം 4, 8ൽ മാക്സിമം 8. സോ മാക്സിമം ഓഫ് മിനിമം റോയിലെ മാക്സിമം 8. മിനി മാക്സ് കോളത്തിലെ മാക്സിമം കോളത്തിലെ മിനിമം 8. അപ്പൊ അത് രണ്ടും ഈക്വൽ. മിനി മാക്സ് ഈസ് ഈക്വൽ ടു മാക്സിമം ഈക്വൽ ആണെന്ന് എന്താ? വി ഗെറ്റ് സാഡിൽ പോയിന്റ് ആണ്. സോ അപ്പൊ നമുക്ക് വി ഗെറ്റ് സാഡിൽ പോയിന്റ് കിട്ടും. ദ വാല്യൂ ഓഫ് ഗെയിം ഈസ് 8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ദ പേ ഓഫ് മെട്രിക്സ് ഫോർ ഫേം എ ഈസ് ഗിവൺ ബിലോ. ഡിറ്റർമിൻ ദ ഒപ്റ്റിമം സ്ട്രാറ്റജീസ് ഫോർ ബോത്ത് ഫേം എ ആൻഡ് ബി. ദ വാല്യൂ ഓഫ് ഗെയിം. പേ ഓഫ് മെട്രിക്സ് ടേബിൾ. Firm A, Firm B, A1, A2, A3, B1, B2, B3, B4, B5, B1 column wise വായിക്കാണ്. 3, -1, 16, 1, -1, 8, 8, 11, 4, 2, 6, -4, 6, 4, 14, 2, 7, 12, 12, 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് പേ ഓഫ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. പേ ഓഫ് മെട്രിക്സ് ഫോർ ദ ഫേം എ ഇസ് ഗിവൺ ബിലോ. ഡിറ്റർമിൻ ദ ഒപ്റ്റിമം സ്ട്രാറ്റജി ഫോർ ബോത്ത് ഫേം എ ആൻഡ് ബി വാല്യൂ. അപ്പോൾ നമുക്ക് ഫേം എയുടെ ബേസ് ആയിട്ട് ഒരു മെട്രിക്സ് തരുന്നുണ്ട്, പേ ഓഫ് മെട്രിക്സ് തരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഒപ്റ്റിമം സ്ട്രാറ്റജി ഫേം എയുടെയും ഫേം ബിയുടെയും കാണാൻ പറയുന്നുണ്ട്. അതുകൂടാതെ ആ ഗെയിമിന്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ A1, A2, A3, A4 4 സ്ട്രാറ്റജി ഉണ്ട് ഫേം എന്. ബിക്ക് 5 സ്ട്രാറ്റജി ഉണ്ട്. B1, B2, B3, B4, B5 വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് പേ ഓഫ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ ഓഫ് ഗെയിം കാണാം. സാഡിൽ പോയിന്റ് ഉള്ളതാണോ വലിയ ആണോ നോക്കാം. അപ്പോൾ ഓക്കെ, സൊല്യൂഷൻ നോക്കിക്കോളൂ. ഫേം എ പേ ഓഫ് ടേബിൾ ഫേം എ ഫേം ബി നമ്മൾ നേരത്തെ തന്നത് അങ്ങനെ തന്നെ ഒരു ബോക്സിലാക്കി. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മെട്രിക്സ് എഴുതാന്ന് വെച്ചാൽ 2 സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് മെട്രിക്സ് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം കോളം വൈസ് ചെയ്തിട്ട് മെട്രിക്സ് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. സോ ഫേം എ A1, A2, A3, A4. ഫേം ബി B1, B2, B3, B4, B5. B1 കോളം വൈസ് ടീച്ചർ വായിക്കുന്ന 3, -1, 16, 1, -1, 8, 8, 11. B3 4, 2, 6, -4. B4 6, 4, 14, 2. B5 7, 12, 12, 1. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ റോ മിനിമം, ഓരോ റോയുടെ മിനിമം. A1 എന്ന് പറയുന്ന റോയുടെ വാല്യൂ ഏതൊക്കെയാ? 3, -1, 4, 6, 7. അപ്പൊ അതിന്റെ മിനിമം വാല്യൂ ഏതാ? -1. A2യുടെ -1, 8, 2, 4, 12. മിനിമം വാല്യൂ -1. റോയുടെ മിനിമം വാല്യൂ ആണ്. A3 എന്ന് പറയുന്ന റോയുടെ മിനിമം വാല്യൂ 16, 8, 6, 14, 12. അതിന്റെ മിനിമം വാല്യൂ 6.
A4 എന്ന് പറയുന്ന റോയുടെ മിനിമം വാല്യൂ 1, 11, -4, 2, 1 ഏതായിരിക്കും? -4. അപ്പോൾ റോയുടെ മിനിമം വാല്യൂ കിട്ടി -1, -1, 6, -4. ഇനി കോളത്തിന്റെ മാക്സിമം. കോളം മാക്സിമം B1 എന്ന് പറയുന്ന കോളം 3, -1, 16, 1 മാക്സിമം ഏതാ? 16. B2 -1, 8, 8, 11 മാക്സിമം 11. B3 4, 2, 6, -4 മാക്സിമം 6. B4 6, 4, 14, 2 maximum 14. B5 7, 12, 12, 1 maximum 12. അപ്പോൾ കോളം മാക്സിമം 16, 11, 6, 14, 12. അപ്പോൾ റോയുടെ മിനിമം കിട്ടി, കോളത്തിൻ്റെ എന്തും കിട്ടി, മാക്സിമം കിട്ടി. ഇനി നമുക്ക് സാഡിൽ പോയിന്റ് കാണാം. സാഡിൽ പോയിന്റ് കാണാൻ ആദ്യം എന്തായിരുന്നു യൂസ് ചെയ്യുക? മാക്സിമിൻ. മാക്സിമിൻ എന്ന് പറഞ്ഞാൽ റോയുടെ മിനിമം റോയുടെ മാക്സിമം വാല്യൂ. മിനിമം റോയുടെ മാക്സിമം വാല്യൂ, മാക്സിമം ഓഫ് മിനിമം -1, -1, 6, -4. ആ റോയുടെ മാക്സിമം വാല്യൂ ഏതാ? 6. ഇനി മിനി മാക്സ്, മാക്സിമം കോളത്തിന്റെ മിനിമം വാല്യൂ 16, 11, 6, 14, 12. അതിന്റെ മിനിമം വാല്യൂ ഏതാ? 6 അല്ലേ? സോ മിനിമം ഓഫ് മാക്സിമം ഈസ് ഈക്വൽ ടു 6. അപ്പോൾ സോ വി ഗെറ്റ് സാഡിൽ പോയിന്റ്. Minimax and maximin is equal to at the value of game is 6. So we get the saddle point, hence the value of game is 6. നമുക്ക് സാഡിൽ പോയിന്റ് കിട്ടി. നമ്മുടെ ഗെയിമിന്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. ഗെയിമിന്റെ വാല്യൂ 6 ആണ്. കിട്ടിയല്ലോ? ഓക്കെ, ഒന്നുകൂടി പറയാം. ഫേം എ, ഫേം ബി പേ ഓഫ് ടേബിൾ ആദ്യം ക്രിയേറ്റ്. A1, A2, A3, A4, B1, B2, B3, B4, B5 ഓരോ വാല്യൂ എഴുതാം. A1 എന്ന് പറയുന്ന റോയുടെ മിനിമം എഴുതാം -1, A2 റോയുടെ മിനിമം -1, A3 റോയുടെ മിനിമം 6, A4 റോയുടെ മിനിമം -4. ഇനി കോളത്തിന്റെ മാക്സിമം B1 മാക്സിമം 16, B2 11, B3 6, B4 14, B5 12. സോ നെക്സ്റ്റ് മാക്സിമിൻ, റോയുടെ മാക്സിമം വാല്യൂ 6. മിനിമാക്സ്, കോളത്തിന്റെ മിനിമം വാല്യൂ 6. അത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റിനെ നമ്മൾ സാഡിൽ പോയിന്റ് എന്ന് പറയും. സോ വി ഗെറ്റ് ദ സാഡിൽ പോയിന്റ്, ഹെൻസ് ദ വാല്യൂ ഓഫ് ഗെയിം ഈസ് 6. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ദ ഫോളോയിങ് ഈസ് ദ പേ ഓഫ് മെട്രിക്സ് x, y 1, 2, -2, -1. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗെയിം? ഹൂ വിൽ ദ വിന്നർ ഓഫ് ദ ഗെയിം y? നമ്മുടെ താഴെ പറയുന്ന മെട്രിക്സിൽ എക്സും വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗെയിം? ഈ ഗെയിമിന്റെ വാല്യൂ എത്രയാണ്? ഹൂ വിൽ ബി ദ വിന്നർ ഓഫ് ദ ഗെയിം വൈ? ഇതിൻ്റെ അകത്ത് വിന്നർ ആരാണ്? എന്തുകൊണ്ടാണ് വിന്നർ വൈ ആവുന്നത്? ഇത്രയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതൊരിക്കലും യൂണിവേഴ്സിറ്റി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ സൊല്യൂഷൻ എഴുതാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മാറ്റവും എക്സും വൈയും എഴുതാം. 1, 2, -2, -1 റോയുടെ മിനിമം. റോയുടെ മിനിമം എന്ന് പറഞ്ഞാൽ 1ഉം -2 ഉള്ള ഫസ്റ്റ് റോയുടെ മിനിമം -2, 2, -1 ഉള്ള സെക്കൻഡ് റോയുടെ മിനിമം -1. സോ 1, 2 എന്ന് പറയുന്ന ആ ഒരു കോളത്തിന്റെ മിനിമം മാക്സിമം 2, -2, -1ന്റെ കോളത്തിന്റെ മാക്സിമം -1. അപ്പൊ നമുക്ക് റോയുടെ മിനിമം -1ഉം -2ഉം -1ഉം കിട്ടി. കോളത്തിന്റെ മാക്സിമം 2ഉം -1ഉം കിട്ടി. ഇനി നമുക്ക് സാഡിൽ പോയിന്റ് ഈക്വൽ ആവുന്നുണ്ടോ നോക്കാം. സോ മാക്സിമം റോയുടെ മാക്സിമം ഓഫ് മിനിമം ഓഫ് റോ -2, -1 ഏതാ മാക്സിമം? -2 ആണോ? അല്ലേ? മൈനസ് വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ടാണ് വാല്യൂ കൂടുക കേട്ടോ. സോ റോയുടെ മാക്സിമം -1. ഇനി മിനിമാക്സ്, കോളത്തിന്റെ മിനിമം 2 ആണോ -1 ആണോ? മിനിമം -1 അല്ലേ? മിനിമം ഓഫ് മാക്സിമം ഓഫ് കോളം -1. സോ വി ഗെറ്റ് സാഡിൽ പോയിന്റ്. So both of these are -1. Maximin and minimax is equal to 1. So we get the saddle point. So the value of game is -1. അപ്പോൾ നമുക്ക് സാഡിൽ പോയിന്റ് കിട്ടി. വാല്യൂ ഓഫ് ഗെയിം -1 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കണം. ദാറ്റ് ഈസ് ഗെയിൻ ഓഫ് എക്സ്. എക്സിന്റെ ഗെയിൻ എന്താണ്? -1 ആണ്. ദ വാല്യൂ ഓഫ് ഗെയിം ഈസ് നെഗറ്റീവ്. -1 ആയതുകൊണ്ട് നമ്മുടെ വാല്യൂ ഓഫ് ഗെയിം എന്താണ്? നെഗറ്റീവ് ആണ്. ഹെൻസ് വൈ ഈസ് ദ വിന്നർ. അതുകൊണ്ട് ആരാ ജയിച്ചത്? വൈ ആണ്. ഒന്നുകൂടി നോക്കിക്കോ. എക്സ് വൈ 1, 2, -2, -1 റോ മിനിമം. ഫസ്റ്റ് റോ മിനിമം -2, സെക്കൻഡ് റോ മിനിമം -1. കോളം മാക്സിമം, ഫസ്റ്റ് കോളം മാക്സിമം 2, സെക്കൻഡ് കോളം മാക്സിമം -1. സോ മാക്സിമം
of row minus 1, minimum of column minus 1. So we get saddle point, value of game is minus 1. That is gain of x minus 1. The value of game is negative. Hence y is the winner. Y ആണ് അവിടെ winner ആവുന്നത്. Okay, the next ഒരു question കൂടി നോക്കിക്കോളൂ. The following is the payoff matrix. താഴെ തന്ന ചെറിയൊരു മെട്രിക്സിനോട് നമ്മൾ the following is the, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. The following is the payoff matrix. എയും ബിയും തന്നിട്ടുണ്ട്. 3 minus 2 minus 4, 2 minus 3 minus 5. What is the value of game? Payoff matrix തന്നിട്ടുണ്ട്. എയുടെയും ബിയും വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് വാല്യൂ ഓഫ് ഗെയിം എത്രയാണെന്ന് കാൽക്കുലേറ്റ് പറയാണ്. സൊല്യൂഷൻ എ ബി 3 minus 2 minus 4 ഉണ്ട്. ടീച്ചറോട് എഴുതുമ്പോൾ മൈനസ് വിട്ടുപോയതാണ്, സോറി. നിങ്ങൾ എഴുതുമ്പോൾ എഴുതണം 3 minus 2 minus 4 കേട്ടോ. മൈനസ് 4 ആണ്. 3 minus 2 minus 4, 2 minus 3 minus 5. റോ മിനിമം ഫസ്റ്റ് റോ 3യും 2 ഉള്ള ഫസ്റ്റ് റോയിലെ മിനിമം 2, minus 2 minus 3 ഉള്ള ഫസ്റ്റ് റോയിലെ മിനിമം -3, minus 4ഉം -5 ഉള്ള -4 ആണ്. -4ഉം -5 ഉള്ള ഫസ്റ്റ് റോയിലുള്ള മിനിമം -5. അപ്പോൾ റോയുടെ മിനിമം കിട്ടി 2 minus 3 minus 5. ഇനി കോളത്തിന്റെ മാക്സിമം 3 minus 2 minus 4. 3യും -2 -4 ഉള്ള കോളത്തിന്റെ മാക്സിമം 3. 2 minus 3 minus 5 മാക്സിമം 2. സോ കോളം മാക്സിമം 3 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമിൻ മിന്നും മിനി മാക്സും എഴുതാം. ആദ്യം മാക്സിമിൻ. റോയുടെ മാക്സിമം വാല്യൂ എത്രയാ? മാക്സിമിൻ ഈസ് ഈക്വൽ ടു 2. കാരണം റോയുടെ മാക്സിമം വാല്യൂ 2. മിനി മാക്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് കോളത്തിലെ മിനിമം 3യും 2 ഉണ്ട്. മിനിമം ഏതാ? 2. സോ മാക്സിമിൻ ഈസ് ഈക്വൽ ടു 2, മിനി മാക്സ് ഈസ് ഈക്വൽ ടു 2. സോ വി ഗെറ്റ് ദ സാഡിൽ പോയിന്റ്. വാല്യൂ ഓഫ് ഗെയിം ഈസ് 2. അപ്പോൾ നമുക്ക് സാഡിൽ പോയിന്റ് കിട്ടി. സോ വാല്യൂ ഓഫ് ദ ഗെയിം ഈസ് 2. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടി പറയാം. എ ബി 3 minus 2 minus 4, ബി 2 minus 3 minus 5, റോ മിനിമം 2 minus 3 minus 5, കോളം മാക്സിമം 3 2. വി ഗെറ്റ് ദ മാക്സിമിൻ is equal to 2, mini max is equal to 2. So we get the saddle point 2. Value of the game is 2. Next, second strategy and mixed strategy. Second strategy, mixed strategy. Mixed strategy is the strategy not able to find out the saddle point. Not able to find a saddle point. Then we get use of dominance principle to reduce the game matrix and can adopt certain other techniques to find out the value of game. 3 methods are used to solve the problem. Algebraic method, graphical method, third linear programming method. First mixed strategy. Second mixed strategy, not able to find out the saddle point. Saddle point calculate ചെയ്യാൻ പറ്റില്ല. സാഡിൽ പോയിന്റ് ഉണ്ടാവില്ല മിക്സഡ് സ്ട്രാറ്റജി. കാരണം ഓരോ സമയത്ത് ഓരോ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാഡിൽ പോയിന്റ് കിട്ടുമോ? ഇല്ല. So then we can use the dominance principle of reduce the game matrix. നമ്മളവിടെ മെട്രിക്സിന്റെ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോമിനൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാൻ അഡോപ്റ്റ് certain other techniques to find out the value of game. അതുകൂടാതെ ആ ഒരു ഗെയിമിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു പല ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. 3 methods used to solve the problems. First algebraic method, second graphic method, third linear programming method. 3 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കൺസെപ്റ്റ് ഗെയിം വിത്തൗട്ട് സാഡിൽ പോയിന്റ്. കാരണം നമുക്ക് സ്ട്രാറ്റജിക്ക് മിക്സഡ് സ്ട്രാറ്റജിയിൽ സാഡിൽ പോയിന്റ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ മിക്സഡ് സ്ട്രാറ്റജിയെ മറ്റൊരു പേര് വിളിക്കും ഗെയിം വിത്തൗട്ട് സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് ഇല്ലാത്ത ഗെയിം. അതിനകത്ത് ഫസ്റ്റ് ആണ് ആൽജിബ്രിക് മെത്തേഡ് ഓർ പ്രോബബിലിറ്റി മെത്തേഡ്. എൻ്റെ അടുത്ത് ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ഗെയിം വിത്തൗട്ട് സാഡിൽ പോയിന്റ് എന്ന് നോട്ട് ചെയ്തിട്ട് അതിന് താഴെ നമ്പർ 1 എന്ന് കൊടുക്കണം. ആൽജിബ്രിക് മെത്തേഡ് ഓർ പ്രോബബിലിറ്റി മെത്തേഡ്. Algebraic method or probability method. This method can be used when there is no saddle point and payoff matrix has 2 rows and 2 columns only. If there is more rows and columns, principle of dominance can be used to reduce the matrix in 2 and 2 matrix.
അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രകാരം സാഡിൽ പോയിന്റ് ഉണ്ടാവില്ല. അൾജിബ്രിക് മെത്തേഡ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മെത്തേഡിൽ സാഡിൽ പോയിന്റ് ഉണ്ടാവാറേയില്ല. പേ ഓഫ് മെട്രിക്സ് ഹാസ് 2 rows ആൻഡ് 2 columns. മെട്രിക്സിൽ പേ ഓഫ് മെട്രിക്സ് 2 കോളം 2 റോ ഉണ്ടാവാൻ പാടുള്ളൂ. ഇഫ് ദർ ഈസ് മോർ റോസ് ആൻഡ് കോളംസ്, അപ്പോൾ കൂടുതൽ റോസും കോളം ഉണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് ക്യാൻ ബി യൂസ്ഡ് ടു റെഡ്യൂസ് ദ മെട്രിക്സ് ഇൻറ്റു 2 into 2 മെട്രിക്സ്. അപ്പോൾ അതിൽ കൂടുതൽ 3-4 കോളംസ് റോസും ഉണ്ടെങ്കിൽ ഡോമിനൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യുന്ന 2 into 2 മെട്രിക്സ് ഫോമിലേക്ക് മാറ്റും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. മെട്രിക്സിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സാധാരണ ആൽജിബ്രിക് മെത്തേഡ് ഓർ പ്രോബബിലിറ്റിക് മെത്തേഡ് എന്ന് പറയും. ഇങ്ങനെയാണ് ഇത് എക്സാമ്പിൾ അല്ല, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വേ. സ്ട്രാറ്റജി പ്ലെയർ എയും പ്ലെയർ ബിയും, A1 A2 2 സ്ട്രാറ്റജി പ്ലെയർ എ യൂസ് ചെയ്യും, പ്ലെയർ ബി 2 സ്ട്രാറ്റജി യൂസ് ചെയ്യും, B1 B2. A1 എന്ന് പറയുന്ന പ്ലെയർ, അപ്പോൾ അവിടെ B1 A, B2 B, A2 അല്ലെ B1 നമുക്ക് പറയാം കോളം വൈസ് ആണ് പറയുന്നത്, അല്ലെ റോ വൈസ് ആണ്. A1 ബേസ് ആണ് എയും ബിയും, A2 സിയും ഡിയും. അപ്പോൾ A1 എന്ന് പറയുന്ന റോയുടെ പ്രോബബിലിറ്റി P ആണ്. A1 എന്ന് പറയുന്ന റോയുടെ പ്രോബബിലിറ്റി P ആണ്. A2 എന്ന് പറയുന്ന സ്ട്രാറ്റജിയുടെ റോയുടെ പ്രോബബിലിറ്റി 1 - P ആണ്. ഇനി B1 എന്ന് പറയുന്ന കോളത്തിന്റെ പ്രോബബിലിറ്റി Q ആണ്. താഴെ കണ്ടോ, B1 എന്ന് പറയുന്ന AC എന്ന് പറയുന്ന B1-ലെ പ്രോബബിലിറ്റി Q ആണ്. B2 എന്ന് പറയുന്ന BD എന്ന് പറയുന്ന പ്രോബബിലിറ്റി 1 - Q ആണ്. ഇനി പ്ലെയർ എയിലെ A1-ന്റെ പ്രോബബിലിറ്റി Pയും A2-യുടെ പ്രോബബിലിറ്റി 1 - Pയും. B1 എന്ന് പറയുന്ന കോളത്തിന്റെ പ്രോബബിലിറ്റി Qയും B2 എന്ന് പറയുന്ന കോളത്തിന്റെ പ്രോബബിലിറ്റി 1 - Q ആണ്. ഇതാണ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം. കാരണം ഇത് പ്രോബബിലിറ്റി മെത്തേഡാണ്. നമ്മളെല്ലാം അസ്യൂം ചെയ്തിട്ട് ഒരു പ്രോബബിലിറ്റിന്റെ ബേസിലാണ് ചെയ്യുന്നത്, സാഡിൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. സോ ഇൻ ദ ഗെയിം ഷോ എബോ, എ പ്ലെയർ ഹാസ് സ്ട്രാറ്റജീസ് A1 and A2. ദ പ്രോബബിലിറ്റീസ് ഓഫ് P and 1 - P. A1-ന്റെ Pയും A2-യുടെ 1 - Pയും. സപ്പോസ് പ്ലെയർ B plays his strategy B1 and B2. Then the respective probabilities are Q and 1 - Q. അപ്പോൾ B1-ന്റെ പ്രോബബിലിറ്റി Qയും B2-യുടെ പ്രോബബിലിറ്റി 1 - Qയും. The sum of the probabilities of each player is equal to 1. എല്ലാ പ്ലെയറുടെയും പ്രോബബിലിറ്റി നമുക്ക് മൊത്തം ആഡ് ചെയ്യാണ് 1. ദാറ്റ് മീൻസ് P + Q is equal to 1 നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക. ആൽജിബ്രിക് മെത്തേഡ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിക് മെത്തേഡായി ഒന്നാമത്തെ മെത്തേഡിൽ ഈ ഒരു ബേസിലാണ് നമ്മൾ ചെയ്യുക. A1-ന്റെ പ്രോബബിലിറ്റി P, A2 എന്ന് പറയുന്ന റോയുടെ പ്രോബബിലിറ്റി 1 - P, B1-ന്റെ പ്രോബബിലിറ്റി Q, B2-യുടെ പ്രോബബിലിറ്റി 1 - Q. അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യും. പ്രോബബിലിറ്റീസ് ഓഫ് എയുടെ പ്രോബബിലിറ്റി എന്തൊക്കെ ഉണ്ടാവാം? A1 Pയും A2 1 - Pയും. സോ പ്രോബബിലിറ്റീസ് ഓഫ് A, P and 1 - P പറഞ്ഞൂടെ? ഇനി നമുക്ക് P വാല്യൂ കാണണം. P is equal to, P കാണാനുള്ള ഇക്വേഷൻ ആണ് D - C ഡിവൈഡ് ബൈ A + D മൈനസ് B + C. ഡിന്ന് C മൈനസ് ചെയ്യുക, എയുടെ കൂടെ D ആഡ് ചെയ്യുക, മൈനസ് B + C. അതായിരിക്കും Pയുടെ വാല്യൂ. ഇനി 1 - P എന്ന് പറയുന്ന നമുക്ക് അങ്ങോട്ട് പറയാം. Pയുടെ വാല്യൂ കിട്ടി. ഇനി Qയുടെ വാല്യൂ, പ്രോബബിലിറ്റീസ് ഓഫ് ബി എന്ന് പറയുന്ന പ്ലെയർ ആയ അതിന്റെ പ്രോബബിലിറ്റി ആണ്. Q and 1 - Q ആയിരിക്കും. സോ Qയുടെ വാല്യൂ കാണാം. Q is equal to D - B divided by A + D minus B + C. Next, expected value of game or V is equal to AD minus BC divided by A + D minus B + C. അപ്പോൾ ആദ്യം പ്രോബബിലിറ്റി നോക്കിക്കോ. D - C divided by A + D minus B + C. Qയുടെ വാല്യൂ D - B divided by A + D minus B + C. Expected value of game V is equal to AD minus BC divided by A + D minus B + D. ഇതിന് 3 ഇക്വേഷനും കോമൺ ആയിട്ട് എന്ത് കാണുന്നുണ്ട്? ഡിവൈഡ് ബൈൻ്റെ താഴെയുള്ള ഈ കൺസെപ്റ്റ് ഈക്വൽ ആണ്, മേലുള്ളതേ മാറുന്നുള്ളൂ അല്ലേ? അപ്പം മേലെ മാത്രം ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. Pയുടെ മേലെ D - C ആണ്, Qയുടെ മേലെ D - B ആണ്. വാല്യൂ ഓഫ് ഗെയിം എന്ന് പറയുമ്പോൾ AD - BC ആണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഗ്രാഫിക്കൽ മിക്സഡ് സ്ട്രാറ്റജിയിലെ ഫസ്റ്റ് മെത്തേഡായ അൽജിബ്രിക് മെത്തേഡാണ്. അതിനകത്ത് നമ്മൾ കോളംസ് റോസും ചുരുക്കിയിട്ട് വാല്യൂ കൊടുക്കുകയാണ്. A1 എന്ന് പറയുന്ന റോയുടെ പ്രോബബിലിറ്റി Pയും A2യുടെ വാല്യൂ 1 - P, B1 Qയും B2 1 - Q. അതിന്റെ ബേസിൽ നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്. P is equal to D - C divided by A + D minus B + C. B പ്രോബബിലിറ്റി ഓഫ് P,
Q and 1 minus Q. Q is equal to D minus B divided by A plus D minus B plus D. So expected value of game saddle point ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കാണണം. AD minus BC divided by A plus D minus B plus C. ക്ലിയർ ആയോ? നമ്മൾ ഇന്ന് ഇത്രയാണ് പറഞ്ഞത്. 2 strategy ഉണ്ട്. പ്യുവർ സ്ട്രാറ്റജി നമ്മൾ അതിൻ്റെ സാഡിൽ പോയിന്റ് ഈക്വൽ ആവുക. ദാറ്റ് ഈസ് മാക്സി മിൻ ആൻഡ് മിനി മാക്സ് ഈസ് ഈക്വൽ. സോ വി ഗെറ്റ് ദ സാഡിൽ പോയിന്റ് ആൻഡ് ആൾസോ value of game is easily calculated with the help of pure strategy. First question is pure value of game 8. Second question, value of game is 6. Third question, value of game is -1. Then fourth question, value of game is 2. The next, mixed strategy. Not able to find out the saddle point, then we can use the dominance principle to reduce the game matrix and can adopt certain other techniques to find out the value of game. 3 methods to solve the mixed strategy. First, algebraic method or probability method. Second, graphic method. Third, linear programming method. So first, mixed strategy method is also known as game without saddle point. And then the first method, algebraic method or probability method. This method can be used when there is no saddle point and payoff matrix has 2 rows and 2 columns. Otherwise cancelled. Then saddle point നമ്മൾ വാല്യൂ ഓഫ് ഗെയിം കാൽക്കുലേറ്റ് ചെയ്യുക. എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ പ്രോബിലിറ്റി പി ആൻഡ് 1 മൈനസ് പി, ബിയുടെ പ്രോബിലിറ്റി ക്യൂ ആൻഡ് 1 മൈനസ് ക്യൂ. സോ വി ഗെറ്റ് ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ. പി ഈസ് ഈക്വൽ ടു ഫൈൻഡ് ഡി മൈനസ് സി ഡിവൈഡ് ബൈ എ പ്ലസ് ഡി പ്ലസ് മൈനസ് ബി പ്ലസ് സി. Q is equal to D minus B divided by A plus D minus B plus C. So expected value of game V is equal to AD minus BC divided by A plus D minus B plus C. Okay, thank you. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.